പച്ചപ്പിന്റെ പ്രതീക്ഷയുടെ രണ്ട് തുരുത്തുകൾ. വീഴ്ചയെന്ന വെല്ലുവിളിക്ക് മുന്നിൽ അതിജീവനത്തിന്റെ ആൾരൂപമാകുന്ന ഒരു കുഞ്ഞുറുമ്പ്. വിധിയെ തോൽപ്പിക്കുന്ന വിസ്മയങ്ങൾ എന്ന പുസ്തകത്തിന്റെ പുറംചട്ട. അസാധ്യതകളെ സാധ്യതകളാക്കിയ ജീവിതങ്ങളിലൂടെ ഒരു ചെറുപ്പക്കാരൻ നടത്തിയ യാത്രാവിവരണത്തിന്റെ ആ യാത്രകൾ അയാൾക്ക് മുന്നിൽ തുറന്നുവെച്ച കാഴ്ചകളുടെയും അനുഭവങ്ങളുടെയും സംക്ഷിപ്ത രൂപമാണ് ഈ ചിത്രം. പരിമിതികൾക്കപ്പുറത്തേക്ക് ജീവിതം തുഴഞ്ഞെത്തിയവരുടെ കഥകളാണ് കെ മണികണ്ഠന്റെ പുസ്തകം പറയുന്നത്. 11 പേർ. യാത്ര ആരംഭിക്കുന്നത് കാലടിയിൽ നിന്നാണ്. കാലടിക്കാരുടെ ഉണ്ണിയേട്ടന്റെ ആശാരി ഷെഡിൽ നിന്ന്. കാഴ്ചയില്ലാത്തവന്റെ കരവിരുത് കാഴ്ചക്കാരന്റെ അത്ഭുതമാകുന്നു. ചിരിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ ചോദിക്കും, വിഷമിച്ചിട്ടെന്താ, എന്റെ കുടുംബത്തിന് ഞാനല്ലേയുള്ളൂ. തോൽപ്പിക്കാനാകില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഈ ചിരിയാണ് ഈ പുസ്തകം പരത്തുന്ന പ്രകാശം. 6-ാം വയസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ജസ്ഫർ ചുണ്ടുകൾക്കിടയിൽ കടിച്ചുപിടിച്ച ബ്രഷുകൊണ്ട് വരച്ചിടുന്ന ചിത്രങ്ങൾക്ക് ആ പ്രകാശമുണ്ട്. പരസഹായമില്ലാതെ എഴുന്നേൽക്കില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞയിടത്തുനിന്നും ഡൽഹി വരെ സ്വന്തം ഡ്രൈവ് ചെയ്തെത്തിയ മുസ്തഫയ്ക്ക് വഴിവിളക്കായതും അതേ വെളിച്ചമാണ്. തൃശൂർക്കാരൻ ബൽറാം സ്വാമി പറയുന്നു, ജീവിക്കാൻ, പഠിക്കാൻ, പഠിപ്പിക്കാൻ എനിക്ക് 3 വിരലുകൾ മാത്രം മതിയെന്ന്. ഇല്ലായ്മകളുടെ പരാതികളെ ഭാണ്ഡങ്ങളാക്കി ചുമക്കുന്നവർക്ക് മുന്നിൽ അത്ഭുതമാവുകയാണ് ഇവർ. ഈ പുസ്തകവും ഇതിൽ കുറിക്കപ്പെട്ട വരികളും നിങ്ങളെ നൊമ്പരപ്പെടുത്തും, ഉള്ളു തൊട്ടുണർത്തും, ഹൃദയം പൊള്ളിക്കും, അവിശ്വസനീയമാംവിധം പ്രചോദിപ്പിക്കും. എഴുത്തുകാരന്റെ ഉറപ്പ്. വൈകല്യങ്ങളെല്ലാം അതിജീവിച്ച് ഇവർ ജീവിതത്തിൽ നേടിയെടുത്ത നേട്ടങ്ങൾ, ആ നേട്ടങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇത് ഇവരെല്ലാം ഈ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്ന് തന്നെയായിരുന്നു ഈ യാത്രാ പുസ്തകം ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.